म्यूजिक धमाका। Only on Radio Media Village. മലയാളം പാട്ടുകൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ പാട്ടുകൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും അത് നിർത്താൻ തോന്നത്തില്ല എന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ തന്നെ ഈ പാട്ടുകൾ ഈ പഴയതാണെങ്കിലും പുതിയതാണെങ്കിലും കേൾക്കുമ്പോൾ ഭയങ്കര സുഖമാണ്. എന്തായാലും ഇപ്പോൾ നടക്കുന്നത് ഓൾഡ് മലയാളം റൗണ്ടാണ്. ഇതിലേക്ക് ഞാൻ ഒരാളെ കൂടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു, സോണി വർഗീസ്. സോണിച്ച, അപ്പം ഓൾഡ് മലയാളം സോങ് ആണ്. പഴയ പാട്ടുകളൊക്കെ കേൾക്കാറുണ്ടോ? ചോദിക്കേണ്ട ആവശ്യമില്ല, എങ്കിലും ചോദിച്ചേക്കാം. പഴയ പാട്ടുകളൊക്കെ കേൾക്കാറുണ്ടോ? തീർച്ചയായിട്ടും കേൾക്കാറുണ്ട്. പഴയ പാട്ടുകളിൽ ആരെയാണ് കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുന്നത്? ഏത് ടൈപ്പ് പാട്ടുകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്? മെലഡിയൊക്കെ കേൾക്കാറുണ്ട്. മെലഡിയാണ് കൂടുതലായിട്ടും കേൾക്കുന്നത് അല്ലേ? അപ്പം എന്തായാലും നമുക്ക് ഇപ്പോൾ എടുത്തിരിക്കുന്ന പാട്ട് ഏതാണ്? ശരറാന്തൽ പൊന്നുമ്പൂ. ഓ, അടിപൊളി. MG സാറ് പാടിയ പാട്ട്. ഭയങ്കര രസമുള്ള ഒരു പാട്ടാണ്. നമുക്ക് ആ പാട്ട് കേട്ടതിന് ശേഷം തിരികെ എത്താം. ശരറാന്തൽ പൊന്നും പൂവും വാരിത്തൂവും ഒരു രാവിൽ വന്നോ നീയൻ വാർത്തിങ്കളാ, നിറവാർന്നൊരുൾപ്പൂവിൻ്റെ ഇതൾ തോറും നർത്തനമാടും തെന്നലായി വെണ്ണിലാവാ. ശരറാന്തൽ പൊന്നും പൂവും വാരിത്തൂവും ഒരു രാവിൽ വന്നോ നീ വാർത്തിങ്കളാ. ഏതോ മൺവീണ തേടി നിൻരാഗം താരകങ്ങളെ നിങ്ങൾ സാക്ഷിയായി ഒരു മുത്തു ചാർത്തിയ എന്നാത്മാവിൽ. ശരറാന്തൽ പൊന്നും പൂവും വാരിത്തൂവും ഒരു രാവിൽ വന്നോ നീ വാർത്തിങ്കളാ. പാടി പാടി കാടും പൂച്ചൂടി ചൈത്രകമ്പളം നീർത്തി മുന്നിലാ എതിരേൽപ്പു നിന്നെ ഞാൻ എന്നാത്മാവേ. ശരറാന്തൽ പൊന്നും പൂവും വാരിത്തൂവും ഒരു രാവിൽ വന്നോ നീ വാർത്തിങ്കളാ, നിറവാർന്നൊരുൾപ്പൂവിൻ്റെ ഇതൾ തോറും നർത്തനമാടും അന്നലായി വെണ്ണിലാവാ. ശരറാന്തൽ പൊന്നും പൂവും വാരിത്തൂവും ഒരു രാവിൽ വന്നോ നീ വാർത്തിങ്കളാ. സോണിച്ച, താങ്ക് യു. എങ്ങനെ പാടാൻ പറ്റി?
മൊത്തത്തിൽ കൺഫ്യൂഷൻ ആണോ? അതെ, ചെറു എന്താ പറ്റി ഇത്ര എക്സൈറ്റഡ് ആയിട്ടുള്ള കാര്യം? ഇവിടെ ഇച്ചിരി തണുപ്പുണ്ട്. പിന്നെ ഇതുപോലൊരു കോമ്പറ്റീഷനും ജഡ്ജസിൻ്റെ ഒക്കെ മുന്നിൽ ആദ്യമായിട്ട് പാടുന്നത്. വേറെ ആരുടെയൊക്കെ മുമ്പിലാണ് പാടിയിട്ടുള്ളത്? വേറെ ഓഡിയൻസ് ഒത്തിരി പേര് വരുന്ന മുമ്പിൽ പാടാറുണ്ട് അല്ലേ, ഗാനമേളയ്ക്ക് പോകുമ്പോഴത്തേക്കിന് അല്ലേ? പക്ഷെ ഇങ്ങനെ ജഡ്ജിമെന്റ് ആദ്യമായിട്ട് നോക്കുമ്പോഴത്തേക്കൊരു ഭയങ്കര രസമായിട്ടുണ്ടോ? പുള്ളിയുടെ എക്സ്പ്രഷൻസ് ഒക്കെ ഭയങ്കര രസമാണ് ഇടയ്ക്കിടയ്ക്കുള്ളത്. ഓക്കെ, എന്തായാലും നമുക്ക് നേരെ സാറിലേക്ക് പോവാം. ആന്റണി സാർ. സോണി എന്തോ പിന്നെ സോണിച്ച എന്തോ പിന്നെ ജോബി പറഞ്ഞ പോലെ നിങ്ങളുടെ എക്സ്പ്രഷൻസ് ഒരു ഡിഫറെൻ്റ് അല്ലേ? അതെ, കുറെ സാധനങ്ങൾ ആ മുഖത്ത് പേടിയാണോ സന്തോഷമാണോ എന്ത് എക്സ്പ്രഷനാണ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും? എനിക്കും അറിയത്തില്ല. വെരി ഗുഡ്, നന്നായിരിക്കുന്നേ. സാറിന് പിടിക്കാൻ പറ്റത്തില്ല എക്സ്പ്രഷൻ ഏതാന്ന്, പിടി കിട്ടുന്നില്ല. ഏത് ഭാവമാണ് നിങ്ങൾ? പക്ഷെ നല്ല രസമായിട്ട് പാടുന്നുമുണ്ട്. ഇപ്പം ഈ രണ്ടാമത്തെ പാട്ട് ഒരു കാര്യം മനസ്സിലായി, വോയിസിന് പിന്നെ ഒരു ദാസേട്ടൻ്റെ പാട്ടിലുള്ള പാട്ടുകളൊന്നും എടുത്തുകൊണ്ട് വന്നിട്ടില്ല. പക്ഷേ ഇദ്ദേഹത്തിന് സേഫ് സോണിലുള്ള ഇദ്ദേഹത്തിൻ്റെ വോയിസിനനുസരിച്ചുള്ള പാട്ട് സെലക്ട് ചെയ്തു. അത് നല്ലൊരു ബ്രില്യൻ്റ് നല്ലൊരു പാട്ടുകാരനായിട്ട് ഭാവിയിൽ ആകട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ സാർ, കൺഗ്രാറ്റ്സ്. താങ്ക് യു. ജിജിൻ സാറിലേക്ക് പോകാം. ജിജിൻ സാർ. ഓക്കെ, നമ്മുടെ സോണിച്ചൻ അല്ലേ? സോണിച്ചൻ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ സാറ് പറഞ്ഞ പോലെ SP വെങ്കടേഷ്, അതുപോലെ തന്നെ SP ബാലസുബ്രഹ്മണ്യം, SP-യുടെ ഒരു വോയിസ് വിട്ടുള്ള കളിയില്ല. SP വിട്ടുള്ള കളിയില്ല. ഞാൻ ആദ്യം ഈ ശരറാന്തൽ പൊന്നുമ്പോൾ SP സാറാണോ പാടിക്കുന്നത് ഞാൻ നോക്കി ഇതിനകത്ത്. അല്ല, MG ശ്രീകുമാർ. അപ്പം ആദ്യം ഇവിടെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഞാൻ ഓർത്തു അദ്ദേഹത്തിൻ്റെ പാട്ട് തന്നെ എടുത്തുകൊണ്ട് വീണ്ടും വന്ന്, അല്ല ശങ്കര പാടി വീണ്ടും ഒരു മലയാള പാട്ട് പാടിയിട്ടുണ്ടല്ലോ. അല്ല, MG-യുടെ പാട്ടായിരുന്നു അല്ലേ? MG സാറിൻ്റെ പാട്ടായിരുന്നു. അപ്പോൾ ആ ശൈലി ഇപ്പോഴും വിട്ടിട്ടില്ല. അങ്ങനെ ഒരു സ്റ്റൈൽ എപ്പോഴും കിടപ്പുണ്ട്. പക്ഷേ നന്നായിട്ട് പാടി, ശരറാന്തൽ നന്നായിട്ട് പാടി. എൻ്റെ ഫീല് നമുക്കിവിടെ ലഭിച്ചു. ആ പാട്ടിനൊരു ഫീലുണ്ടല്ലോ അല്ലേ? പെട്ടെന്ന് തന്നെ ഒന്നാമത്തെ വരി തന്നെ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ആ ഫീലിൻ്റെ കാര്യത്തിൽ വിജയിച്ചിട്ടുണ്ട്. നന്നായിട്ട് പാടാൻ പറ്റി കേട്ടോ. ഓക്കെ, വെരി ഗുഡ്. സോ താങ്ക് യു വെരി മച്ച്. താങ്ക് യു ജഡ്ജസ്. അപ്പോൾ സോണിച്ചോ, അവർ പറഞ്ഞത് കേട്ടോ? സന്തോഷമായി. അപ്പം അവിടെ വെച്ചിട്ട് കുറേ ടെൻഷൻ അടിച്ച്, പുറത്തൊക്കെ ഇരുന്ന് ടെൻഷൻ കുറേ അടിച്ചിട്ട് മാറിയൊക്കെ ഒറ്റയ്ക്കൊക്കെ ഇരിക്കുന്നുണ്ട്. എന്ത് ചെയ്യും ഇവിടെ ഓരോരുത്തരൊന്ന് പാടുമ്പോഴത്തേക്ക്? വളരെ കൂളായിട്ട് അടിപൊളിയായിട്ട് പാടാൻ പറ്റിയില്ലേ? തീർച്ചയായിട്ടും എന്ന് തോന്നുന്നു. ഈ സംശയം മാറുന്നില്ല കേട്ടോ സോണിച്ചിൻ്റെ. ഇനി എന്തായാലും ഓൾ ദി വെരി ബെസ്റ്റ്. അപ്പം ഇനിയുള്ള റൗണ്ടുകളിലും നമുക്ക് കാണാൻ സാധിക്കട്ടെ ഒന്നിച്ച് കേട്ടോ. ഇതുപോലെ തന്നെ നിന്ന് സംസാരിക്കാൻ സാധിക്കട്ടെ. ഓക്കെ, അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.